everyone. Welcome to the 23rd episode of Beautiful Minds with me, Kirti. It's a live chat show with unsung heroines around the world. And today with me, I have got a lady who believes that one's life actually expands or shrinks in proportion to their courage. And I've got a lady who is so courageous. From a small town, she traveled all around to Bombay and she built her own empire there. So I have with me Ambika. She's a PR consultant and she is the founder and CEO of Mark Synergist. Hi, Ambika. Hi, Kirti. Thank you so much for the introduction, Kirti, and thank you so much for inviting me to your show. It's actually a pleasure for me to be part of your show. Thank you so much, Ambika. ഒരിക്കൽ ഇതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ മൈൻഡ്സിന്റെ ഒരു ഷോ കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് കിട്ടി ഇൻസ്റ്റാഗ്രാമില് ഒരു എന്താ പറയാ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് വരുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഞാൻ എന്താണ് ആ സംഭവം അപ്പൊ she was a well-wisher of Beautiful Minds and she told me that there is a friend of hers who is worth to be invited for this show. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കി എന്നാ പിന്നെ കേൾക്കാലോ. അപ്പൊ ഈ പറഞ്ഞ ഫ്രണ്ട് എന്ന് പറയണത് ഇത്രയും കാര്യമായിട്ട് പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാതൊന്നും പറയില്ലല്ലോ. I had a word with that person, Sitara, exactly. So Sitara message so she said that consider you as one of a person who is inspired or who can be an inspiration to a lot of people എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ Ambikane ഞാൻ വിളിച്ചു. We did a video call and then we came to know about her story and I thought it is definitely a run which we have to do with this particular lady here. So Ambika, over to you. നമ്മള് പോസ്റ്റിലൊക്കെ പറഞ്ഞാണ് സ്മോൾ ടൗൺ എന്ന് പറഞ്ഞു പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കണ്ടെടുത്തത് സ്മോൾ ടൗൺ എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളത്. So let's go ahead with Ambika's story. Okay. So Kirti, small town എന്ന് പറയുന്നത് എറണാകുളത്ത് നോർത്ത് പറവൂർ എന്ന് പറയുന്ന ഒരു ടൗൺ ആണ് സ്മോൾ ടൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വിത്തിൻ ദാറ്റ് ദർ ഇസ് എ വില്ലേജ് ഏഴിക്കര എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്. ഐ ബിലോങ് ടു ദാറ്റ് പ്ലേസ്. So from there my journey starts. I did my schooling there, my graduation in like St. Xavier's College, Alva. മൊത്തം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ തന്നെ. And then later point of time, I moved and then moved out of the city. So അങ്ങനെയാണ് ജേർണി ഉണ്ടായിരിക്കുന്നത്. അംബിക, അതില് എനിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അംബിക പറഞ്ഞത് ഞാൻ പാർട്ട് ടൈം ചെയ്യണം എന്നുള്ളൊരു തോട്ട് മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ മാഗസീനിൽ വന്ന കോളേജ് സ്റ്റുഡൻറ് ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഈ ഓപ്ഷൻ എടുത്തുകൂടാ, കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ തന്നെ പൈസ ഇൻകം ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതല്ലേ എന്നുള്ളത്. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കോളേജിൽ ഐ ഡിഡ് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾക്ക് കോളേജിൽ തന്നെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് PR, മാർക്കറ്റിംഗ് ഓർ ജേർണലിസം ഓർ അഡ്വർടൈസിങ്, ഇതിൽ 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് മാർക്കറ്റിംഗ് ആണ്. ഞാനങ്ങനെ ഒരു തൃശ്ശൂരുള്ള ഒരു കമ്പനി ഉണ്ട്, ഹോഷ് റെമഡീസ് ലിമിറ്റഡ്. അപ്പൊ ആ കമ്പനിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. അപ്പോ വൈൽ ഐ വാസ് ഡൂയിങ് മൈ ഇന്റേൺഷിപ്പ് ദേർ, ദേ വെർ ഹയറിംഗ് മാർക്കറ്റിംഗ് ഇന്റേൺസ്. So me and my friend Sitara, both of us attended the interview and we got through. As in, we started the job this was in 2006. So we started it off. It actually gave me a boost to my confidence and also namukku oru financial independence kittum. Nammal oru college inde samayathe തന്നെ നമ്മൾ ഇതിങ്ങനെ ഒരു ജോബ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. നമ്മുടെ കോഴ്സ് ഫീ നമ്മൾ തന്നെയാണ് അടയ്ക്കുന്നത്. അപ്പോൾ ദാറ്റ് ഗിവ്സ് യു കൈൻഡ് ഓഫ് ഹാപ്പിനെസ്. സോ that was the beginning. And അതിനുശേഷം തന്നെ കോളേജിലായിരിക്കുമ്പോൾ തന്നെ after 6 months I joined another company which was Tata AIG, which was more of insurance advisor in the role ആയിരുന്നു. So there also I did insurance advisor thing for a year. അങ്ങനെ പിന്നെ ഫൈനൽ ഇയർ ഒന്നും ചെയ്തിട്ടില്ല. ദിസ് വാസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയറിലാണ് മെയിൻലി ജോബും പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിരുന്നത്. ഫൈനൽ ഇയർ there is a lot to study. So I had to, focus completely into my studies. So I didn't do anything during my final year. Rest 2 years I did.
which was like, which actually gave me a very good exposure. So that's correct. എനിക്ക് തോന്നുന്നു അംബിക അതായിരിക്കാം തോന്നുന്നു the point where you realize that what you are really good at. അല്ലെ മാർക്കറ്റിംഗ് ചെയ്തു and then you also did something which is related to PR, but finally everything comes up or landed into something related to communication അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ഇതിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി ഒരു ഹിന്റ് വന്നുകൊണ്ടിരിക്കുന്നത് this is something which you are really good at. Yeah. That's great. Okay, അംബിക അതിനുശേഷം എങ്ങനെയാണ് അംബിക ഇവിടെ ഈ നാട്ടിൽ നിന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് ഇതില് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അംബിക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കീർത്തി. അതിനുശേഷം ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ PG ഡിപ്ലോമ ചെയ്തിരുന്നു SCMS കോളേജിൽ നിന്ന് PR ആൻഡ് അഡ്വർടൈസിംഗില്. സോ അതിനുശേഷം കോളേജിൽ നിന്ന് തന്നെ ഏരീസ് ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏരീസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിസ് TV നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു UAE ബേസ്ഡ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു മെയിൻ കമ്പനിയാണ്. So I joined there as a PR manager, and then I was part of the Damn 999 team, which was released in 2011. So അതൊരു ഞാനിത് 2009 join ചെയ്തത്. ഒരു 3-year project ആയിരുന്നു. അപ്പോ അതൊരു actually that being my first job, it was like little challenging for me to do like a national scale and international scale from a city like Kochi. It was at that point of time nobody has tried it, doing it. So it was like a area which area that nobody has covered. So it was like a opportunity for me to do it. So ഞാൻ അവിടെ എന്താണ് കൊച്ചിയിലെ ഓഫീസിൽ ഇരുന്നിട്ട് നാഷണലി ഡ്രൈവ് ചെയ്യാണ് ക്യാമ്പയിൻ, ഇന്റർനാഷണലി ഡ്രൈവ് ചെയ്യാണ്. ഇപ്പോ എന്താണ് പറയണത്, ഈവൻ ബിഫോർ ദ റിലീസ് ഓഫ് ദ മൂവി വെന്റ് ടു എ ലോട്ട് ഓഫ് ഫിലിം മാർക്കറ്റ്. അപ്പോ അവിടെ വെച്ചിട്ട് നമുക്ക് ഇന്റർനാഷണൽ PR ചെയ്യാനുണ്ട്. So like sitting in Kochi, I was able to do it. So that was all a very good experience that I had during that time. So maybe that was even no introduction to this അല്ലേ? അതായത് നമുക്ക് വീട്ടിലിരുന്നിട്ടും നാഷണൽ മാത്രമല്ല ഇന്റർനാഷണൽ നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒരു സ്റ്റാർട്ടിങ് കൂടി ആയിരിക്കും തോന്നുന്നു ആ ഒരു ടൈം. അതെ, ഒരിക്കലും ലൊക്കേഷൻ അങ്ങനെയാണെങ്കിലല്ലേ? അതെ, വെരി വെരി ട്രൂ. അംബിക അങ്ങനെയാണെങ്കിൽ what I would really love to ask you is അപ്പൊ PR എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് ജസ്റ്റ് അപ് ടു യു how passionate you are towards your PR. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. Maybe this was one example of your life. See, at any point of time, ഞാനിപ്പോ 2011 Damn 999 പ്രോജക്റ്റ് ആണെങ്കിലും അതിനുശേഷം ഞാനൊരു ഏജൻസിയിൽ വർക്ക് ചെയ്തു. ഏജൻസിയുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആൻഡ് ദെൻ അഗൈൻ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ കമ്പനി, ദാറ്റ് ടൈം ഓൾസോ ലൊക്കേഷൻ ഒരിക്കലും ഒരു ബാരിയർ ആയിരുന്നില്ല. ബിക്കോസ് ഐ സിറ്റ് ഇൻ മുംബൈ ആൻഡ് ഐ സർവീസ് എ ക്ലൈന്റ് ദാറ്റ് ഇസ് ദെയർ ഇൻ കേരള. ഐ സിറ്റ് ഇൻ കേരള ആൻഡ് ഐ സർവീസ് എ ക്ലൈന്റ് ദാറ്റ് ഇസ് ദെയർ ഇൻ ബാംഗ്ലൂർ. അപ്പൊ അങ്ങനെ ലൊക്കേഷൻ നമുക്ക് ഒരിക്കലും ഒരു ബാരിയർ ആയിട്ട് വരാറില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വൺസ് ഇൻ എ വൈൽ യു മൈറ്റ് ഹാവ് ടു ട്രാവൽ. കാരണം PR ഏറ്റവും ഇമ്പോർട്ടന്റ് മീഡിയ റിലേഷൻ ആണ്. സോ യു ഹാവ് ടു ഗോ മീറ്റ് ദ ജേർണലിസ്റ്റ്, build a rapport. അപ്പൊ അതിന് ചെറിയൊരു ടൈം യു ടേക്ക്, ബട്ട് ദെൻ റെസ്റ്റ് എവറിത്തിങ് ക്യാൻ ഹാപ്പൻ ഓൺ ഫോൺ കോൾസ് ആൻഡ് ഇമെയിൽ. സോ ലൊക്കേഷൻ ഒരിക്കലും ഒരു ബാരിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അംബിക, എപ്പോഴെങ്കിലും അതായത് നമ്മളെപ്പോഴും ചെറുപ്പത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ambition ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ വലുതാകുമ്പോൾ ഇന്നതാവണം. Did you ever expect that you would become an entrepreneur? അല്ലെങ്കിൽ എന്തായിരുന്നു? How did this happen? Was that a childhood dream? Childhood dream start ചെയ്യണം അതോ? No, it was like it's not a childhood dream. But then എന്താണ് പറയാ, ഞാൻ ചെറുതായിരുന്ന സമയത്ത് I didn't have a proper direction like lot of other children they have it at this point of time. എന്ന് പറഞ്ഞാൽ ഞാനൊരു 15 years like when I was doing my 10th and all, I didn't know what will I be in my life. ആ ഒരു ഇതുണ്ടായിരുന്നില്ല. Then I was just following the herd. എന്താ പറയാ, എല്ലാരും സയൻസ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തു. And then after that what? There was no direction to that. But then in between I met a couple of seniors who were doing this course like communicative English ചെയ്യുന്ന 2-3 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. So they inspired me to join for this course. As in അവര് പറഞ്ഞു ഇതിൽ PR ഉണ്ട്, ജേർണലിസം ഉണ്ട്. See that time ഇങ്ങനത്തെ കോഴ്സസിനൊന്നും നമ്മൾക്ക് പൊതുവെ പറഞ്ഞു കേൾക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ജേർണലിസ്റ്റ് ആണെങ്കിലും PR ആണെങ്കിലും ഒരു ലേമാൻ സംസാരിക്കാത്ത കാര്യങ്ങളാണ്. സോ ഇന്നത്തെ പോലെ അന്ന് ഗൂഗിൾ
നമ്മൾ ഇത്രയും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഞാനൊരു കോളേജ് ലെവലിൽ എത്തിയതിനു ശേഷമാണ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ഇന്റർനെറ്റ്. മേ ബി ലൈക് PG ജോബിലൊക്കെ കയറിയതിനു ശേഷമാണ് കൂടുതലും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് വെൻ ഐ വാസ് ലൈക് ഒരു pre-degree ആ ഒരു ഏജില് ഐ നെവർ ഹാഡ് ആക്സസ് ടു ഇന്റർനെറ്റ്. സോ യു ആർ നോട്ട് ലൈക്ക് ലുക്കിംഗ് ഔട്ട് ഫോർ അതർ ഓപ്ഷൻ. പിന്നെയും കേട്ട് വരുന്ന പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഫാഷൻ ഡിസൈനിങ് ഇല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് അങ്ങനത്തെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് ആയിരുന്നു. But then this was the first time I heard PR and like about journalism I knew, but then PR was something new to me when they told me. But then when I joined college I explored more, and they were like the faculty members were like really helpful in like telling you ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത്, this is the role of a PR അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് that gave me like okay, this is it. Okay. Ambika, എങ്ങനെയാണ് അംബിക നമ്മൾ ഈ വർക്ക് ചെയ്തോ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്തോ? How did you finally decide that okay, now it's time for me to start my own എൻ്റെ ഈ ഒരു മാസ് സിനർജിസ് is something which is ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്, I have to give a kick start and do it. Okay. So, Kirti, in 2017, I was in Bangalore and I was working for a company called Applied Singularity. At that point of time, I was, it's a company which is connected to a lot of startup entrepreneurs and a lot of, tech startups. അങ്ങനെയൊക്കെയായിട്ട് ഒരുപാട് ആൾക്കാരായിട്ട് interact ചെയ്യുന്നുണ്ടായിരുന്നു. And that point of time, when you, it's like rubbing off the good energy on you. So when you meet other entrepreneurs, you yourself will start, you yourself will start getting a feeling that, why not you? So I had this thing that, I need to start, but then when to start, that I hadn't decided. So appa angane irikkunna samayathana, then, it was like, in 2018, I thought, okay, let me just lay a business plan. I'll just think about it. Ingane aalochichittundairunnu. But then, it all happened all of a sudden. Like, within 2 months, my company was up. So, 2017, I was just thinking about it. And at the end of 2017, did an event called Enable Makeathon. So there, our startup incubator ന്റെ പോലെ എല്ലാവർക്കും ഗൈഡൻസും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. Also part of it. And there, one thing that they said is start early and fail early, than to lag it and നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. Start early. ഇപ്പൊ ഫെയിൽ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, but you start it. That gave me actually the encouragement to start it. If I start ചെയ്താലും I know that even if I fail, that I can pick up another job. So അങ്ങനെയാണ് എനിക്ക് തോന്നിയത് that I can start. Okay. ഇപ്പോ എന്താണ് നടക്കുന്നത്? അതായത് മാസ് സിനർജിസ് you have started in Bombay. How does it work? Like the clients and എങ്ങനെയാണ്? It's only they're based in Mumbai or you work all around? അങ്ങനെയാണോ? എന്താണ് ഇപ്പോഴത്തെ കഥകളൊക്കെയാണ് PR? So, Kirti, നമ്മൾ ഇതൊരു PR ഏജൻസി പോലെയല്ല സ്റ്റാർട്ട് ചെയ്തത്. We started it as a marketing communication company. Because PR alone മാത്രമായിട്ട് നമുക്കൊരു when we are doing a thing like for PR, other things are also connected. So we thought it's better to start it as a marketing communication where we can cater to the communication needs of modern businesses. That's what we thought. Like for example, a company will have a lot of requirements. They can even have requirements like drafting a newsletter. They can have requirements for PR. They can have requirements for event management. So ഒരു കമ്പനിക്ക് എന്തൊക്കെ ഒരു പബ്ലിക്കിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട് എല്ലാം ഒരു വൊക്കേബിളറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് we formed Mass Sinergy. And we offer services like PR, digital marketing, event management, and content creation and content management. പക്ഷെ ഇതിലൊക്കെ എന്റെ ഫോട്ടെ ഗ്രേറ്റ്. അപ്പോ Yeah, I know that. അത് കൂടാതെ അംബിക, I think നമ്മൾ എപ്പോഴും വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഗസ്റ്റിനോട് ചോദിക്കും എന്തെങ്കിലും മെസ്സേജ് ഉണ്ട്. ബട്ട് in your talk you are giving messages to the audience that start right away rather than just landing. അല്ലെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും മനസ്സിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കാതെ start and see how it goes.
if it doesn't work out, you again have chance to go ahead. Absolutely, yeah. പലവരും ഉണ്ടല്ലോ കീർത്തി, a lot of people അവര് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാവുന്നത് പിന്മാറുന്നത്, they feel that if we leave this 9 to 5 job, like what if it doesn't work? So it's that you just need to take that first step, and you need to work hard, and work with like full sincerity, that like everything will come together. That's that's how things work for me. Ambika, I'm sure that people who are watching, or later those who would be watching this video, would definitely have one question in their mind. Was it really challenging for you, like a girl from Kerala just getting to Mumbai? I know it's not a big city when I say Mumbai, but still to start off your own empire there, was that a really difficult task for you, or did you have some challenges? Or I would ask, what were the challenges that you have faced there in that time? Setting up a company is not very challenging, Kirti. Like it will never be challenging to set it up. To run it successfully is what I feel becomes challenging. Even I have my set of up and down. Initially it was okay. Like in the first 1 year, like you will have a few clients and everything. Like it's okay. You will somehow surpass. The second year comes. Then and this year actually the COVID-19 thing impacted us also. So I would say that that was the one challenge that I faced throughout. Apart from that, from 2018 till date, I haven't faced many challenges in terms of like setting up a company in Bombay, or like being a woman. Like I've never faced any challenges as such. So audience, those are watching this, it is not so difficult. It is just the hard work which you definitely require to start off something. And we have got a real set example in front of us who says that it is not so difficult to do with it. Great. Ambika, now what are the future plans? For Marks and Nurses, what are the upcoming things, and how are things going on right now? Things are going on pretty well, Kirti. See, COVID-19 nammale impact cheyidittundairunnu, but we are like bouncing back and like coming back to normal. Ini oru adutha oru endana parayanathu oru next step nu parnittunnengil we have to scale up, increase the number of team members, and endana paraya oru full fledged aayittu like we just want to growth aanu nammal nokkunnathu. All this while first 2 years are about like setting it up, running it, and like finding building that trust. Once that trust is built, then you can openly go and ask people like nammal ingane cheyyunnundu, like would you like to associate with us? So that is where we are right now. People have trust in us, and which is like built over a period of 2-3 years. So and I am sure that a trust could be made only with a great PR. We always let our work speak for us, Kirti. It's mainly like namaloru work eduthittunnengil we make sure that we put our heart and soul into it, and we deliver the best. We don't just do some like choppy work. We make sure that the client is satisfied with us, and they spread the word. So namalku initially like we started off with 3 clients, and then rest of the clients ellam namalku kittiyirikkunnathu referrals through aanu. So we haven't gone aggressive and pitched to any of the clients. Ellam reference to American clients aanu. So it's like like be it 1 or 2 clients, like just put heart and soul and work for it. Atre ullu. Super cool. Ambika, I have nothing much to say about this, because you yourself say that put your heart and soul to whatever you do, and things will definitely work out. And again, I believe that the destiny something is there. So you started with as an intern, and then you went on and worked with another organization. But finally, it has been decided that Ambika needs to start her own business and become a PR consultant. Yeah.
That's great. Ambika, thank you so much, Ambika. ഞാൻ അംബികനെ വിളിക്കുന്ന സമയത്ത് I was just like doubtful എങ്ങനെയാണ് നമുക്ക് തീരെ അറിയില്ല കാരണം ബാക്കി എനിക്ക് വന്ന ഗസ്റ്റുകളെല്ലാം I know some of the other way from here and there, but when I spoke to you, I was so sure that Sitara wasn't wrong, that this is the right person I should bring to the show. I'm sure that those who are listening to this would definitely get some idea about PR and can also believe that it doesn't matter wherever the location you are from or you are right now. It is just your passion towards whatever you're doing. Thank you so much, Kirti, for having me again here. And thank you for, it's a great experience for me to share my thoughts and my story on your show. So I'm really grateful for this. Thank you so much. Ambika, നമ്മൾ എപ്പോഴും wind up ചെയ്യുന്നതിന് മുന്നേ we always ask our guests that with a bit of experience which you had in your life, what would be the message that you would pass to others, those who are watching this or those who would be watching it later on? Okay. So, hard work is the key, is what I would say. Like, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും we have to work really hard. A lot of people say that, you have to work smart. But what I feel is like, smart work comes from hard work. അത് നമ്മൾ ഒരു കാര്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ അത് ആ സ്മാർട്ട് വർക്ക് ആയിട്ട് നമ്മൾക്ക് അത് ഓക്കെ ദിസ് വാസ് നോട്ട് ദ റൈറ്റ് വേ ആൻഡ് വി ടേക്ക് ദ അതർ റൂട്ട് ആൻഡ് വി ഹാവ് ടു ബി വെരി ഡെലിജന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ഇൻ വാട്ട് എവർ വി ഡു. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. And if you work really hard and sincerely, and there should be discipline, then the success will always follow you. If not today, maybe tomorrow. Thank you so much. That's great. Ambika, thank you so much for such a wonderful message from your side, and really happy that I have met you and I have known you, and I'm really happy again that people have known a lady who is successfully running her business in another place, but still she has struggled, people, but it is not an easy task, or it wasn't an easy task for her, but she did have these challenges. But finally, she is happy with what she's doing right now, isn't it, Ambika? Yeah. So, and it shows on your face itself. You have got a very beautiful smile, so that itself gives a positive thought, and I'm sure that that's the reason why public relation is really important, to have a smile and a positive thought in your mind. Thank you so much, Kirti. That's like really, those are like really kind words to say. So. All right. So, Ambika, before we wind up our show, once again, thank you from me and my two beautiful minds for being a part of this and sharing your story with us and giving a lot of inspiration to others. I'm sure that people would have loved the way you were talking and the way things were being discussed here. Thank you so much, Kirti, for having me here. And I would really like to thank Sitara also, who suggested, me to be part of the show. So thank you so much. And I just wanted to share one more thing with you, audience, that this is the first live which Ambika is on air right now. And I'm sure that after this, you will definitely find her doing a lot of live. Because that is what the experience I have had from all the guests who have come to our show. So, Ambika, wish you all the very best, and Mark Synergist as well, that let the branches start in every city where you go, and let the PR things work really well with you. Thank you so much, Kirti. All right. And to the viewers, thank you for supporting Beautiful Minds as you have done with us. And as I always tell you before I wind up, that next weekend you will have another interesting guest with me with her own story, which would be great to listen to. So keep supporting, and right now stay safe at home. So it's a bye and a good night from both of us. Bye-bye, Ambika, and bye, audience.